ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ മാഗി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാഗി വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്? അതിൽ ആരെങ്കിലും ദോശ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മാഗി വെച്ചിട്ട് ദോശയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ഒരു പാക്കറ്റ് മാഗിയിൽ ഒരു പീസാണ് കേട്ടോ എടുക്കണേ. ഇതുപോലത്തെ ഒരെണ്ണം എടുക്കണേ. അതുപോലെ 2 മസാല ഉണ്ടാവും. അതിൽ ഒരു മസാല നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ഇതൊന്ന് പൊടിച്ച് ജാറിലേക്ക് ഇടാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത മാഗി ബൗളിലേക്ക് ചേർക്കണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ റവ. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, മാഗി മസാലയിൽ ഉപ്പ് ഉണ്ടാവും. അപ്പം അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കുറവുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം മുമ്പ് മാഗി മസാല ആഡ് ചെയ്തോളൂട്ടോ. ഞാനത് വിട്ടുപോയതാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് നല്ല ലൂസായിട്ട് ബാറ്റർ റെഡിയാക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഇത്ര ലൂസിലാണ് മിക്സ് ചെയ്തേക്കണേ. ഇത് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് കുറച്ചും കൂടി തിക്കാവുമ്പോൾ ഒന്നും കൂടി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാട്ടോ. ഈ പാകത്തിനാണ് മാവ് എടുത്തേക്കണേ. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. എണ്ണ ഒന്ന് വക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തേന് മാത്രം മതി. പാൻ നല്ല ചൂടായിരിക്കുമ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം മതി വക്കിലൊക്കെ എണ്ണ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വക്കിലൊക്കെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലോണം മൊരിഞ്ഞുണ്ട് കേട്ടോ ദോശ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് ഇഡ്ഡലിപ്പൊടി സ്പ്രെഡ് ചെയ്യാം. പൊടിയുടെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ പിടിച്ചോളും. ഒന്ന് എല്ലാവർത്തേക്കും ആക്കാം. ഇങ്ങനെ പൊടിയൊക്കെ ഇട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ദോശ കഴിക്കാത്ത കുട്ടീസാണെങ്കിൽ പോലും ഇഷ്ടത്തോടു കൂടി ദോശ കഴിക്കൂട്ട. ഈ ദോശ മറിച്ച് വിടണമെന്നില്ല, ദോശ എടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ദോശയാണ്. ദോശയെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തുട്ട. നീർദോശ പോലെ കുറേ സമയമൊന്നും എടുക്കില്ല ഈ ദോശ റെഡിയാക്കാനായിട്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. മാഗി വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.